ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്രസവശേഷം പിന്നെ എന്ത് സംഭവിച്ചു? യെസ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. ആദ്യ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഓരിച്ചെരിയുന്ന മഴയായിരുന്നു. ഉമ്മക്ക് പ്രസവവേദന തുടങ്ങി. അപ്പോഴേക്ക് എൻ്റെ വല്യുമ്മ, അത് ഉപ്പയുടെ ഉമ്മ, അയൽവാസിയുടെ വീട്ടിൽ പോകുന്നു. അയൽവാസികളെല്ലാം വീട്ടിലെത്തി. ആളുകളെ കൊണ്ട് ബഹളം തുടങ്ങി. പെട്ടെന്ന് ഒരാൾ പ്രസവം എടുക്കുന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് ഓടി. എൻ്റെ സമപ്രായക്കാരെ എല്ലാം പ്രസവിച്ചത് ഹോസ്പിറ്റലിലാണെങ്കിലും എൻ്റെ പ്രസവം നടന്നത് വീട്ടിലാണ്. പ്രസവം എടുക്കുന്ന സ്ത്രീക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, വയറ്റാട്ടി എന്നല്ലേ? അപ്പോൾ വയറ്റാട്ടി, ഇനി ഇത് ശരിയായ പ്രയോഗമാണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ക്ഷമിക്കണം. പ്രസവം എടുക്കുന്ന സ്ത്രീ എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ഈ സ്ത്രീയെ തെരഞ്ഞോടി. ഈ സ്ത്രീ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഉമ്മയുടെ പ്രസവം നടന്നു. അതായത് ഞാൻ ഭൂമിയിലേക്ക് വന്നു. നാട്ടിലെ സാധാരണ നടക്കുന്നത് പോലെ തന്നെ സ്ത്രീ എന്ത് ചെയ്യുന്നു, ഈ പ്രസവം എടുക്കാൻ വന്ന സ്ത്രീ കുഞ്ഞിനെ എടുക്കുന്നു, കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നു. ഈ കുളിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ അവിടുന്ന് ഇങ്ങനെ എന്തൊക്കെയോ സ്വകാര്യം പറച്ചിൽ. അപ്പോൾ ഉമ്മ ഇങ്ങനെ കാതോർക്കുന്നു, എന്താണ് ഇവർ പറയുന്നത്, കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഉമ്മക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. ഉമ്മ ശരിക്കും കുട്ടിയെ കണ്ടിട്ടില്ല. പ്രസവിച്ച ഉടൻ തന്നെ ഈ സ്ത്രീ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ? ഈ സ്ത്രീ കുഞ്ഞിനെ കുളിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഉമ്മയുടെ മുഖത്തേക്ക് സങ്കടത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഉമ്മ തിരിച്ചും ഈ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോഴാണ് സ്ത്രീ ഉമ്മയോട് പറയുന്നത്, കുഞ്ഞിന് കണ്ണിനെന്തോ പ്രശ്നമുണ്ട്, ശരിക്ക് കണ്ണ് തുറക്കുന്നില്ല. ഇത് കേട്ടപ്പോഴേക്ക് ഉമ്മ സങ്കടപ്പെട്ടു തുടങ്ങി. ഉമ്മയുടെ കണ്ണുനീര് വരാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞിന് കാഴ്ചയില്ലേ? പല ചിന്തകളും ഉമ്മയുടെ മനസ്സിലൂടെ ആ സമയം കടന്നുപോയി. നമുക്കറിയാം, പ്രസവിച്ചൊരു സ്ത്രീ കുഞ്ഞിനെ കാണാൻ ആകാംക്ഷയോടെ കൂടി കാത്തിരിക്കുന്നു. അങ്ങനെ തൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണാൻ അത്രയും ജിജ്ഞാസയോട് കൂടി കാത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ മുമ്പിലേക്ക് വരുന്ന വാർത്ത, അല്ലെങ്കിൽ ഈ സ്ത്രീ കാണുന്ന കാഴ്ച തൻ്റെ കുഞ്ഞിന് കാഴ്ചയില്ല എന്ന ഒരു വാർത്തയാണ്. അല്ലെങ്കിൽ ആ സ്ത്രീ മനസ്സിലാക്കുന്നു എൻ്റെ മകന് കാഴ്ചയില്ല എന്നുള്ളത്. ആ സമയമുണ്ടാകുന്ന ആ സ്ത്രീയുടെ വികാരം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അത് പറയാൻ എനിക്ക് വാക്കുകളില്ല. കാരണം ഒരു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അത് പ്രസവിച്ച സ്ത്രീകൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവിടെയും അതാണ് സംഭവിച്ചത്. എൻ്റെ ഉമ്മ എന്നെ കാണാനുള്ള അതിയായ സന്തോഷം കൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു. ആ കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വാർത്ത ഉമ്മ അറിയുന്നത്, കുഞ്ഞിന് കാഴ്ചയില്ല എന്നുള്ളത്. ഉമ്മ പൊട്ടി കരയാൻ തുടങ്ങി. ഇനി എന്ത് ചെയ്യും? എൻ്റെ ഭാവി ഓർത്താണ് ഉമ്മ സങ്കടപ്പെട്ടിരുന്നത്. അയൽവാസികളെല്ലാം കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നു. ഈ വന്ന അയൽവാസികളിൽ പലരും ഉമ്മയോട് ചോദിക്കാൻ തുടങ്ങി, ഇനി എന്ത് ചെയ്യും? കുട്ടിക്ക് കാഴ്ചയില്ലേ? ചില ആളുകൾ വീണ്ടും വീണ്ടും ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്നു. ചില ആളുകൾ ഉമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്കാണ് ഉമ്മയുടെ ഉപ്പപ്പ എന്നൊക്കെ പറയും, ഇദ്ദേഹം കയറി വന്നപ്പോൾ ഉമ്മ കരയുകയാണ്. അപ്പോൾ ഉപ്പപ്പ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? ഇവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ച് പടച്ചവനല്ലേ? പടച്ചവൻ ഇവനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അവന് ചോറും പടച്ചവൻ ഏകിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരിക്കലും ബുദ്ധിമുട്ടണ്ട. അവന് ഉയർന്നൊരു പദവിയിലെത്തും. അവന് വേണ്ട ജീവിതമാർഗം അവൻ കണ്ടെത്തും. ഇങ്ങനെ പല വാക്കുകൾ പറഞ്ഞ് ഉമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു, ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉമ്മക്ക് അല്പം ആശ്വാസമായി. ഇവിടെ എനിക്ക് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഒരു ഭിന്നശേഷിയുള്ള കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അവന് കൃത്യമായ ട്രെയിനിങ്ങും നല്ല വിദ്യാഭ്യാസവും കൊടുക്കുകയാണെങ്കിൽ അവന് സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ എൻ്റെ ഉമ്മാക്ക് അത് അറിയുമായിരുന്നില്ല. എൻ്റെ ഉമ്മാക്ക് എന്നല്ല, എൻ്റെ കുടുംബത്തിൽ ആർക്കും തന്നെ അത്തരം കാര്യങ്ങൾ ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഉമ്മാക്ക് അത്രയും വിഷമം തോന്നിയത്. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ പങ്കുവെക്കും.